നമസ്കാരം. എല്ലാ ആത്മീയ മക്കൾക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം. പ്രിയരെ, ഇന്ന് നമ്മൾ പുതിയൊരു വിഷയത്തിൽ നമ്മൾ ചിന്തിക്കുന്ന ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 32 തൊട്ട് 40 വരെയുള്ള വാക്യത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ പഠിക്കുന്ന ഇതാണ്, ഈ പ്രകാരമാണ്. അതായത് രണ്ട് കാര്യങ്ങൾ അതിൻ്റെ അകത്തുള്ളത്. ഒന്ന് സ്വർഗീയ ധനത്തെപ്പറ്റിയും ഒന്ന് നമ്മളെ ഉണർന്നിരിപ്പിൻ എന്നാണ് ഈ രണ്ട് വാക്യങ്ങളിൽ അർത്ഥം. അപ്പോൾ 12-ാം വാക്യം 32 തൊട്ട് 40 വരെയിൽ നമ്മളെ പഠിപ്പിക്കുന്ന ഈ പ്രകാരമാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ യേശുക്രിസ്തു വരുന്ന സമയത്ത് നമുക്ക് യേശുക്രിസ്തുവിൻ്റെ കൂടെ ചേർന്ന് പോകാൻ, നമുക്ക് ഉണർന്നിരിക്കാൻ നമ്മളെ ആഹ്വാനം ചെയ്യുന്നു. ആ 32-ാം പദ്യത്തിൽ എന്താണ് പറയുന്നത്? ചെറിയ സമൂഹമേ, പേടിക്കേണ്ട കാര്യമില്ല. നിൻ്റെ പിതാവ് നിന്നെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നിൻ്റെ സ്വർഗത്തിൽ നിൻ്റെ പിതാവ് നിനക്ക് വേണ്ടി നിൻ്റെ രാജ്യം ഒരുക്കി വെച്ചിരിക്കുന്നു. നമുക്ക് അവിടെ പോകാനായിട്ട് നമ്മൾ തയ്യാറായിട്ടിരുന്നു. വിശ്വാസികളായിട്ടുള്ള ആൾക്കാരോട് യേശുക്രിസ്തു പറയുന്ന പേടിക്കേണ്ട കാര്യമില്ല, പേടിക്കാൻ പാടില്ല. നേരെ മറിച്ച് യഹോവയുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് സ്വർഗരാജ്യം കിട്ടും. റോമിയോയുടെ പുസ്തകം 8-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഈ പ്രകാരമാണ് പറയുന്നത്. എന്താണ് പറയുന്നത് അവിടെ? നമുക്കത് കാണാൻ സാധിക്കും. അതിൽ പറയുന്നത് 8-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്നത്, നീ നിൻ്റെ ആത്മാവിൻ്റെ ദാസത്വത്തിൽ ജീവിക്കുമ്പോൾ നീ ദൈവത്തിൻ്റെ ഒറ്റപ്പെട്ട പുത്രനാകുന്നതുകൊണ്ട് നിനക്ക് പേടിക്കേണ്ട കാര്യമില്ല. നിനക്ക് വേണ്ടി അവിടെ സ്വർഗരാജ്യത്തിൽ നിൻ്റെ പിതാവ് തന്നെ നിനക്ക് വേണ്ടി രാജ്യം ഒരുക്കി വയ്ക്കും. അതുകൊണ്ടാണല്ലോ നീ നിൻ്റെ പിതാവിനെ അബ്ബാ എന്ന് വിളിക്കുന്നതും പിതാവേ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു അധികാരത്തിൻ്റെ പേരിൽ നിനക്ക് സ്വർഗരാജ്യത്തിൽ നിനക്ക് അവകാശിയായിരിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ജീവിക്കാനാണ് പറയുന്നത്. അത് യഹോവയുടെ ബ്ലെസ്സിങ്ങോടുകൂടി നമ്മൾ ജീവിക്കാനാണ് പറയുന്നത്. അത് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ലും നമ്മളെ ഈ കാര്യമാണ് നമ്മളെ ബോധ്യവൽക്കരണം ചെയ്യുന്നത്. 6-ാം അധ്യായം 33-ൽ പറയുന്നത്, അതായത് നിങ്ങൾ ആദ്യം യഹോവയുടെ രാജ്യം കണ്ടുപിടിക്കാൻ നോക്കുക, അപ്പോൾ നിനക്ക് എല്ലാ ധനങ്ങളും നിനക്ക് കിട്ടും. യഹോവയുടെ രാജ്യം നിൻ്റെ ധനം കണ്ടുപിടിക്കുമ്പോൾ, അതായത് നീ ആ ദൈവവചനത്തിനനുസരിച്ച് ജീവിക്കുമ്പോൾ നിനക്കെല്ലാ ധനങ്ങളും സ്വയമായിട്ട് കിട്ടിയിരിക്കും. അപ്പം നമ്മൾ യഹോവയെ ഉറച്ച് വിശ്വസിക്കാനാണ് പറയുന്നത്. 32 തൊട്ട് 34 വരെയുള്ള വാക്യത്തിൽ നമുക്ക് പറയുന്നത്, നമ്മുടെ സ്വത്തുക്കളെല്ലാം വിറ്റിട്ട് ദാനകർമ്മങ്ങൾ ചെയ്യുവാനാണ് പറയുന്നത്. നമ്മുടെ ധനം എവിടെ ആയിരിക്കുമോ അവിടെ ആയിരിക്കും നമ്മുടെ മനസ്സ്. ഇപ്പോൾ സ്വർഗത്തിൽ നമ്മുടെ ധനം ഉണ്ടെങ്കിൽ നമുക്ക് സ്വർഗത്തിനോട് താല്പര്യമുണ്ട്. അതായത് ലൗകിക ജീവിതത്തിൽ, ഈ ലോകത്തിൻ്റെ ജീവിതത്തിൽ നമ്മുടെ ധനം ഇവിടെ ഉണ്ടെങ്കിൽ നമ്മുടെ ആഗ്രഹം സ്വർഗത്തിലോട്ട് പോകത്തില്ല. നമ്മുടെ ആ മനസ്സെല്ലാം ഇവിടെ നിൽക്കും. അതുകൊണ്ട് പറയാൻ, സ്വർഗത്തിൽ നീ ധനം സമ്പാദിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിൻ്റെ മനസ്സ് അവിടെ കാണും. നീ യഹോവയിലേക്ക് ചേരുവപ്പെടും. നമ്മുടെ യഥാർത്ഥ ധനം എന്ന് പറയുന്നത് സ്വർഗമാണ്, ഭൂമിയല്ല. അപ്പോൾ നമ്മുടെ ഹൃദയം അവിടെ സ്വർഗത്തിൽ എപ്പോഴും കാണും. നിൻ്റെ നിക്ഷേപം ഉണ്ടല്ലോ, നീ സ്വർഗത്തിൽ ഉണ്ടാക്കുവാൻ പഠിക്കൂ. നമ്മൾ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 19 തൊട്ട് 21 അകത്ത് പറയുമ്പോൾ ഈ സ്വർഗീയ ധനത്തിനെ പറ്റിയാണ് പറയുന്നത്. അതുപോലെ 1 തീമോത്തിയോസ് 6-ാം അധ്യായം 6-ാം അധ്യായം 6-ാം അധ്യായത്തിൽ 7-ാം വാക്യത്തിൽ പറയുന്ന ഈ പ്രകാരമാണ്. എന്താണ് പറയുന്നത്? അവിടെ നമുക്ക് ഒന്ന് പരിശോധിക്കാം. 7-ാം അധ്യായത്തിൽ എന്തുകൊണ്ടെന്നാൽ നീ ഈ ഭൂമിയിൽ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഒന്നും നിൻ്റെ നഷ്ടപ്പെടാനുമില്ല. നമ്മൾ ഈ ഭൂമിയിൽ വന്നപ്പോൾ ഒന്നുമില്ലാതെ വന്നേ. അതുകൊണ്ട് നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. നമുക്കെല്ലാം നമ്മുടെ കയ്യിലൊന്നും ഇല്ലാത്തവരാണ്. നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സ്വർഗത്തിലേ ഉള്ളൂ. ആ സ്വർഗത്തിലേക്ക് നമുക്ക് നോക്കേണ്ടത്. ഉപവാസത്തിൻ്റെ ഈ സമയത്ത് ആത്മീയപരമായ നിക്ഷേപം സ്വർഗത്തിലേക്ക് ഉണ്ടാക്കാനാണ് യേശു ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നത്. 35 തൊട്ട് 38 വരെയുള്ള വാക്യങ്ങൾ, നീ നിൻ്റെ അരയിലെ ബെൽറ്റ് കെട്ടി നിൻ്റെ എല്ലാത്ത യുദ്ധത്തിന് പോകാനായിട്ട്, സ്വർഗീയ യുദ്ധത്തിലേക്ക് കയറി ചെല്ലുവാൻ നീ പോകാനായിട്ട്, നീ ആത്മീയപരമായ യുദ്ധത്തിന് പിശാചിനോട് നീ യുദ്ധം ചെയ്ത് നീ വിജയിച്ച് നീ സ്വർഗത്തിൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് കയറി ചെല്ലുവാനായിട്ട്, ആത്മീയ നിവേശം സ്വർഗത്തിലേക്ക് ചെയ്യുവാനായിട്ട് നീ തയ്യാറെടുത്തോടുകൂടി നിൽക്കണമെന്നാണ് പറയപ്പെടുന്നത്. അതായത് നമ്മൾ അങ്ങനെ ഒരു ജീവിതം നമ്മൾ ജീവിക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിന് നമ്മുടെ ദാസൻ ഉണ്ടല്ലോ, നമ്മളെ എങ്ങനെ വേണം എന്ന് നമ്മുടെ സ്വാമിയായ യേശു ക്രിസ്തു നമ്മളെ
ആഹ്വാനം ചെയ്യുവാണ്. വിശ്വാസത്തിൽ എല്ലാ സമയത്തും ഉറച്ചു നിൽക്കുവാനായിട്ട് പഠിപ്പിക്കുന്നവള്. മത്തായിയുടെ സുവിശേഷം 25-1-13 വരെ 10 കന്യകളുടെ കാര്യം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. 5 കന്യകൾ ബുദ്ധിമതിയുള്ളത്, 5 ബുദ്ധിയില്ലാത്തതും. അപ്പോൾ 5 കന്യ ബുദ്ധിയുള്ളത് അവരുടെ വിളക്ക് കത്തിക്കാനായിട്ട് അവർ എണ്ണയെല്ലാം എടുത്തുകൊണ്ട് റെഡിയായിട്ട് നിന്നു. മണവാളൻ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ പോയി. അതേസമയം നേരെ മറിച്ച് 5 കന്യകൾ ബുദ്ധിഹീനരായിരുന്നു. അവരുടെ ഈ വിളക്ക് കത്തിക്കാനായിട്ട് ഇപ്പോൾ എണ്ണയില്ലായിരുന്നു. അതുകൊണ്ട് അവർക്ക് മണവാളൻ്റെ കൂടെ പോകാൻ പറ്റിയില്ല. പ്രത്യേക വാതിലടയ്ക്കപ്പെട്ടു. ഈ എണ്ണ എന്ന് പറയുന്ന വചനമാണ്. ഈ വചനം എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഉള്ളിലും നമ്മുടെ ആത്മാവിനെ നമ്മുടെ ശരീരത്തെ എല്ലാം പുതുക്കിയെടുക്കുന്ന അപ്പോൾ അങ്ങനെ പുതുക്കിയെടുക്കുമ്പോൾ നമ്മുടെ ഹൃദയമായ വിളക്കിൽ നമ്മൾക്ക് യേശുക്രിസ്തുവിൻ്റെ തീ കത്തിക്കൊണ്ട് നമുക്ക് ജ്യോതി കത്തി പ്രകാശമുള്ളതായി മാറും. അങ്ങനെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു നിരന്തരമായ നമ്മുടെ ജീവിതത്തിൽ പവിത്രമാക്കി ജീവിക്കുവാൻ നമ്മൾ പഠിപ്പിക്കണം. 1 തെസ്സലോനിക്ക 5-2 എന്താണ് പറയുന്നത്? 1:5 എന്താ പറയുന്നതെന്ന് പരിശോധിച്ച് നോക്കാം. നിനക്ക് അറിയാമല്ലോ, കള്ളൻ രാത്രിയിലാണ് വരുന്നത്. അതുപോലെ നിൻ്റെ ദൈവം വരാനുള്ള സമയം അടുത്തിരിക്കുന്നു. ഏത് സമയത്ത് കള്ളൻ്റെ രൂപത്തിൽ നിൻ്റെ ദൈവം വന്നിരിക്കും. 2ാം വരവിൽ യേശുക്രിസ്തു വരുന്നത് എപ്പോഴാണെന്ന് നമുക്കറിഞ്ഞുകൂടാ. ആ സമയത്ത് നമ്മുടെ കള്ളനെ പോലെ അദ്ദേഹം എപ്പോഴും ഏത് സമയത്തും വരും. അപ്പോൾ നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന സമയമായിരിക്കും. നമ്മൾ ജാഗ്രതരായിരിക്കണം. ഇനി ഉണർന്നിരിക്കുവിൻ എന്നാണ് പറയപ്പെടുന്നത്. പ്രകാശിത ഭാഗ്യത്തിൽ 16-ാം അധ്യായത്തിൽ 15-ാം വാക്യത്തിലും നമ്മളെ ബോധവൽക്കരണം ചെയ്യിപ്പിക്കുന്ന ഇതേമാതിരിയാണ്. അതായത് നമ്മളോട് പറയുന്നത്, ഈ ഞാൻ കള്ളനെ കൂട്ടാണ് ഞാൻ വരുന്നത്. ധന്യരാണ് അവർ ഈ ഉറക്കളച്ച് കുത്തിയിരുന്ന് എൻ്റെ വരവ് നോക്കി നിൽക്കുന്നവർ. അവർ ധന്യരാണ്. അതുകൊണ്ട് നീ തുണിയില്ലാതെ നടക്കാമല്ലേ. നീ അതേസമയം അല്ലെങ്കിൽ ഉണ്ടല്ലോ നിൻ്റെ തുണി ഇല്ലാതെ നടക്കുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വചനമില്ലാതെ ഒന്നുമില്ലാതെ നീ നടക്കല്ലേ. നീ അങ്ങനെ നടന്നാൽ എല്ലാവരും നിന്നെ കാണപ്പെടും. നിനക്ക് വചനമില്ലാത്തവനാണ്. അതിന് നമ്മൾ ഒരുക്കമുള്ളവരായി തീരണമെന്നാണ് അവിടെ പറയുന്നത്. മുഖ്യമായിട്ട് പറയുന്നത് നമ്മളെ ഈ വചനം ഈ മേളി പഠിച്ച ഇതിൽ പേടിക്കല്ല്. ഇപ്പോൾ യഹോവയുടെ രാജ്യം വരുന്നുണ്ട്, പേടിക്കല്ല്. ഈ ലോകത്തെ ധനത്തിനെക്കാട്ടി വലിയ ധനമാണ് സ്വർഗത്തിൻ്റെ ധനം. അവിടെ നമ്മൾ സമ്പാദ്യം ഉണ്ടാക്കണമെന്നാണ് പറയുന്നത്. യേശു ക്രിസ്തുവിൻ്റെ എപ്പോഴാണ് വരുമെന്നുള്ള നിശ്ചയമാണ്. പക്ഷേ എപ്പോഴാണ് വരുന്നതെന്നുള്ളത് അത് ആകസ്മികമായിട്ട് വരുന്ന ഒരു അവസരമാണ്. അത് നമുക്കറിയാം. ഒരു ഗ്രാമത്തിലെ ഒരു സേവകൻ അദ്ദേഹം നിക്ഷേപം ചെയ്യാൻ വേണ്ടി അദ്ദേഹം വിദേശത്തേക്ക് പോയപ്പോൾ അദ്ദേഹം വേലക്കാരനോട് പറഞ്ഞു, ഞാൻ എപ്പം വരും എന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് നീ അത് ചോദിക്കണ്ട, നീ പക്ഷെ തയ്യാറായിരുന്നോളാം, ഞാൻ എപ്പം വേണമെങ്കിലും വരും. അങ്ങനെ സേവൻ കുറച്ച് നാളത്തേക്ക് അങ്ങ് ഉറങ്ങിപ്പോയി. ഒരു ലേസിനെസ് കാണിച്ചു. ഡ്യൂട്ടി പ്രോപ്പർലി ചെയ്തില്ല. പക്ഷേ സേവൻ വീട് എല്ലാ ദിവസവും വൃത്തിയാക്കി വയ്ക്കും. വിളക്ക് എപ്പോഴും കത്തിച്ചു വച്ചിരിക്കുമായിരുന്നു. പക്ഷേ ഒരു ദിവസം ആ ഉടമസ്ഥൻ ആകസ്മികമായിട്ട് തിരിച്ചു വന്നു. അപ്പം അദ്ദേഹത്തിന് ഈ സേവകൻ ചെയ്ത പണിയുടെ പുറത്തിൽ അദ്ദേഹത്തിന് ഗിഫ്റ്റ് കൊടുത്തു. പക്ഷേ അദ്ദേഹം ലേസിനെസ്സോടുകൂടി പ്രവർത്തിച്ചതിന് അദ്ദേഹത്തിന് ശിക്ഷണവും കൊടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ യേശുമശി വരുമ്പോഴും നമുക്ക് നമ്മുടെ കൂടെ നടക്കാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ആഗമനത്തിന് വേണ്ടി എപ്പോഴും നമ്മൾ ഉണർന്നിരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതുപോലെ ഇപ്പം തന്നെ 17 ദിവസത്തെ ഉപവാസത്തിൽ നമുക്ക് പഠിക്കേണ്ട കാര്യം എന്തുവാണ്? എപ്പോഴും വിഷയം പറയുന്നത് ഉണർപ്പിന്നിരുപ്പീൻ, നീ സ്വർഗരാജ്യം നിൻ്റേതാകുന്നു, നീ അതിൻ്റെ ഒരു ഉടമസ്ഥനാകുന്നു എന്നാണ് പറയപ്പെടുന്നത്. ആത്മപരീക്ഷണം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറയുന്നത്, എൻ്റെ ഹൃദയം സ്വർഗത്തിന് വേണ്ടിയുള്ളതാണ്, അല്ലാതെ ഈ ലോകത്തിന് വേണ്ടിയുള്ളതല്ല. ത്യാഗം, ദാനം, ഇത് എൻ്റെ ഡ്യൂട്ടിയാണ്. 33-ാം പദത്തിൽ പറയുന്ന പോലെ ദാനവും സേവനവും ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ജാഗൃതരായി പ്രാർത്ഥിപ്പിൻ എന്നാണ് പറയുന്നത്. നമ്മുടെ വിളക്ക് കത്തിച്ച്
നമ്മുടെ വചനത്തിൻ്റെ എണ്ണ ഒഴിച്ച് നമ്മുടെ വചനത്തിനെ ഒഴിച്ചിട്ട് നമ്മൾ ദൈവത്തിൻ്റെ ജ്യോതിയിൽ പ്രകാശമാനായിട്ട് നമ്മൾ നിൽക്കാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാണ്. അങ്ങനെ പ്രാർത്ഥനയോടുകൂടി നമ്മൾ നിന്നെങ്കിൽ മാത്രമേ നമുക്ക് യേശു ക്രിസ്തുവിൻ്റെ ജ്യോതി നമുക്ക് ആ വിളക്ക് നമുക്ക് കത്തിച്ച് വയ്ക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ ആത്മീയപരമായ തയ്യാറെടുപ്പോടുകൂടി നമ്മൾ പശ്ചാത്തപിച്ച് ക്ഷമ ചോദിച്ച് പവിത്രമായ ജീവിതത്തിലേക്ക് നമ്മൾ നയിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് നിഷ്കർഷമായിട്ട് പഠിക്കാനുള്ള പേടിക്കേണ്ട കാര്യമില്ല. കൊച്ചു സമൂഹമേ, യഹോവയുടെ രാജ്യം നിങ്ങളുടേതാണ്, സമയത്ത് നിങ്ങൾക്ക് കിട്ടാനുള്ളതാണ്. അത് നിങ്ങളതനുസരിച്ച് തയ്യാറെടുപ്പോടുകൂടി നിൽക്കുകയും ഞാൻ ഈ സമയത്ത് നമ്മൾ ഇതിനു വേണ്ടി തയ്യാറാണോ ഇല്ലയോ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഈ വിളക്കിനെ യേശു ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ വിളക്കിനെ നമ്മൾ കത്തിച്ചു പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ ഇല്ലയോ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ യേശു ക്രിസ്തു എപ്പോൾ വേണമെങ്കിലും വരും. ആ സമയത്ത് നമ്മൾ അതിനുവേണ്ടി ഒരുക്കമുള്ളവരാകുന്നു എന്നും കൂടെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഈ വചനം നമുക്ക് എല്ലാവർക്കും പ്രത്യേക പ്രയോജനപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ വാക്കുകളിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. നമ്മുടെ കുടുംബത്തിനും എല്ലാവർക്കും ഇത് ആശീഷമായിക്കട്ടെ, ബ്ലെസ്സിങ് ആയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഗോഡ് ബ്ലെസ് ടു ഓൾ.